രാമനെ അങ്ങോട്ട് ചെന്ന് കാണാൻ അച്ഛനും ചാരുമോളും നിർബന്ധിച്ചെങ്കിലും കാണാൻ താല്പര്യമില്ലാത്തവരുടെ മുന്നിൽ ചെല്ലാൻ സീത തയ്യാറാകുന്നില്ല. ശരിയല്ല. എന്താ ചിന്തിക്കുന്നു? വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അർച്ചനയെ സന്ദർശിച്ച പീറ്ററിനെ ശ്രീധരനും ചാരുമോളും കാണും. അങ്ങനെ പറഞ്ഞത് ആഗ്രഹം പോലെ മറഞ്ഞു നിന്ന് കാണാനുള്ള അവസരം അവൾക്ക് കിട്ടി. കൊതി തീരെ അവൾ കണ്ടു. ആശുപത്രിയിലെത്തുന്ന പീറ്റർ സീതയെയും അമ്മയെയും സ്വാധീനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുന്നില്ല. ഒരൽപ്പം കഞ്ഞി അത്രേ വേണ്ടു, അതിവിടെയുണ്ട്. തുടർന്ന് കാണുക. അല്ല, സീതേച്ചി വല്ലതും കഴിച്ചായിരുന്നോ? വേണമെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തിക്കാം. അതിന് ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കാറില്ല. യെസ് യെസ്, കഴിക്കാൻ പാടില്ല, എല്ലാം മായ വന്നേ. പിന്നെ എനിക്ക് വിശ്വാസമുള്ള 1-2 ഹോട്ടലുകളുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പരമാവധി പട്ടിണി കിടക്കും. പിന്നെ എന്തെങ്കിലും അത്രയ്ക്ക് ഗതികേടുണ്ടെങ്കിലേ മറ്റെന്തെങ്കിലും കഴിക്കൂ. എന്നാ ശരിയമ്മേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. അല്ല, ഇനി വില്ലേജ് ഓഫീസിൽ സീതേച്ചി എന്ന് കാണും? എല്ലാ ദിവസവും ഉണ്ടാവും. എനിക്ക് 1-2 പ്രോപ്പർട്ടീസിന്റെ രജിസ്ട്രേഷൻ നടത്താനുണ്ട്, ഞാൻ വരാം. ശരി. അമ്മേ, അവനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണ്ട. ഒരു കൾച്ചറും ഇല്ലാത്തവന്. അവന്റെ സുഹൃത്തിന്റെ പെങ്ങളാ ഞാൻ, അതും വയസ്സിന് മൂത്തതും. എന്നാ അവന്റെ സംസാരവും മട്ടും ഭാവവും ഒക്കെ വേറെ രീതിയിലാണ്. അതെ, എങ്ങോട്ടാ? സീത വന്നിട്ടുണ്ടെന്നറിഞ്ഞു, ഒന്ന് കാണണം. റാം വന്നതറിഞ്ഞിട്ടും സീത കാണാൻ വന്നില്ല. അങ്ങനെയുള്ളവളെ ഇപ്പൊ അങ്ങോട്ട് പോയി കാണണോ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 5 വർഷമായിട്ട് അയാൾ എന്നെ വിളിക്കുക. എന്നിട്ടും ഞാൻ അയാളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്. അവസാനം ആണ്ട് വന്നപ്പോ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഒരുതരം ദുർവാശി. കാണാനും സംസാരിക്കാനും അയാളെപ്പോലെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും മാറി നടന്നു. അവസാനം വിളിക്കാൻ തുടങ്ങിയപ്പോ അയാൾ വിടുത്തില്ല. ആ ഒരു സ്വഭാവം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതാ. ഇപ്പൊ അയാൾ അകന്നു മാറി നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ നിസ്സംഗതയാ. അതുകൊണ്ട് സീത ഇവിടെ വന്ന സ്ഥിതിക്ക് കാണുന്നു എനിക്ക് അയാളെ. ഈ നിമിഷം ഇവിടം കൊണ്ടെല്ലാം തകരുവോ?
സീതേ, അറിഞ്ഞ കാര്യങ്ങളൊക്കെ സന്തോഷായി. ആണ്ടിന് വന്നപ്പോ കാണാതിരുന്നത് ഒന്നും പറയണ്ട ശ്രീയേട്ടൻ, എല്ലാം എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഇനി കാണുന്നതിൽ എന്താ പ്രസക്തി? എനിക്ക് അമ്മയ്ക്ക് മെഡിസിൻ വാങ്ങണം. ഞാൻ വന്നതുകൊണ്ടാണോ സീത അങ്ങ് പോയത്? ഏയ് അല്ല, അയാൾക്ക് നല്ല വിഷമമുണ്ട് എന്റെ അകൽച്ചയിൽ. എന്തായാലും നമുക്ക് അയാളുടെ അമ്മയൊന്ന് കാണാം. വാ. ശ്രീയേട്ടന് ഇപ്പോഴും എന്നോട് സ്നേഹം തന്നെയല്ല, അത് ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്താ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്? പറയണമെന്നുണ്ടായിരുന്നല്ലോ ഒരുപാട്. എന്നിട്ട് എന്താ ഞാൻ എന്തായാലും മാറി നിൽക്കുന്നത് ശരിയല്ല. കുഴപ്പമൊന്നുമില്ല, ഉടനെ പോവാ. അല്ല, ആ മിടുക്കി എവിടെ? ചാരുമോള് മോള് വീട്ടിലേക്ക് പോയി, ഉടനെ വരും. എന്തായാലും ആ കുട്ടി ഒരു അത്ഭുതം തന്നെ. ആ അതെ അതെ. ചാരുമോളെ പറ്റി പറയായിരുന്നു, നല്ല മിടുക്കി കുട്ടിയാണെന്ന്. അത് പിന്നെ പറയാനുണ്ടോ? കണ്ണ് കാണില്ലെങ്കിൽ എന്താ, അമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നതൊക്കെ കൃത്യമായിട്ടാ. ഒരിക്കൽ കാണിച്ചു കൊടുത്താ മതി. സീതയെ കണ്ടോ മോനെ? ഓ, അവൾക്കൊരു കൾച്ചറും ഇല്ലെന്നേ. മീര, നീ അങ്ങനെയൊന്നും പറയല്ലേ.
അയാളുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അതായിരുന്നു. എന്തവസ്ഥയായാലും ശരി, കുറച്ചുകൂടെയൊക്കെ മാനസ് വേണം മനുഷ്യനായ. അത് ദേഷ്യം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയില്ല. അയാളുടെ ഉള്ളില് നല്ല സങ്കടമുണ്ട്. അതെനിക്ക് ആ മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി. ദയനീയമായിരുന്നു ആ നോട്ടം. റാമിന് എന്തായാലും മനുഷ്യനെ തിരിച്ചറിയാനുള്ള കഴിവില്ല. അവളുടെ മുഖത്ത് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. തനിക്ക് അറിയില്ലടോ സീതേ, അങ്ങനെ ഒരു പെണ്ണല്ല അയാള്. ഇനിയിപ്പോ നീ അധികം സീതയെ കാണാതിരിക്കുന്ന നല്ലത്. നിന്നെ കാണുമ്പോ സീതയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാവും. അയാള് പോയോ എന്തോ? നീ നിന്റെ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. പിന്നെ ഇനി സീതയെ കാണാനും സംസാരിക്കാനും ശ്രമിക്കാത്തതാ നല്ലത്. ആ കുട്ടി അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കഴിഞ്ഞോട്ടെ മോനെ. എന്തായാലും മോനെ, നിന്നോട് എത്ര അകലം കാട്ടിയാലും ശരി, നിന്റെ അമ്മ എന്ന നിലയിൽ എന്നോട് ആ പഴയ സ്നേഹം അതേപടി തന്നെയുണ്ട്. ഞങ്ങൾക്കിടയിൽ നിന്ന് ആരോ കളിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ഓ പിന്നെ ആര് കളിക്കാൻ? സീതയെ ന്യായീകരിക്കാൻ വേണ്ടി ഇനി ഓരോന്ന് ചിന്തിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങെടുത്തോ. എന്തായാലും ശരി, എനിക്ക് ആ കുട്ടിയുടെ ബിഹേവിയർ ഇഷ്ടപ്പെട്ടില്ല. അമ്മേ, റാം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും പറയുവാ, നാളെ വിവാഹം കഴിക്കാനിരിക്കുന്നവരാ ഞങ്ങള്. ആ നേരത്ത് മുമ്പ് സ്നേഹിച്ചിരുന്ന പെണ്ണിന്റെ പിന്നാലെ റാമിങ്ങനെ പോകുന്നത് എനിക്കെന്നല്ല ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടില്ല. ഈശ്വര, പ്രഷർ നോർമലാന്നാ പറഞ്ഞേ. ഇനിയിപ്പോ അത് കൂടുമല്ലോ ഭഗവാനെ. സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ മോളെ? ഏയ് അങ്ങനൊന്നുമില്ല അച്ഛാ. എത്ര തവണ ഈ കള്ള ഇങ്ങനെ ആവർത്തിക്കും? ശ്രീയേട്ടൻ ഒറ്റയ്ക്ക് വരുമെന്നാ ഞാൻ കരുതിയത്. ആണ്ടിന് കൂടെ മീര വന്നു. അത് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ശ്രീയേട്ടന്റെ നാട് കാണാനും വീട് കാണാനും ആ കുട്ടിക്ക് കൊതി കാണും. എന്നുവെച്ച് ഏത് നേരവും കൂടെ വരാൻ അവരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ മോളെ പോലൊരു പെൺകുട്ടി രാമന് വേണ്ടി കാത്തിരിപ്പുണ്ടാവുമെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാ നിഴല് പോലെ ഇങ്ങനെ കൂടെ കൂടുന്നത്. അങ്ങനെ മോളെ പെൺകുട്ടികള് ഇഷ്ടപ്പെട്ട ആണിനെ വിടാതെ പിടികൂടും. ഇവിടെ മോള് കാണിച്ചതോ വിട്ടുകളഞ്ഞു. എന്നായാലും തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. അവിടെ എന്റെ മുഖ പാളിച്ച പറ്റി. വരുന്ന ചിങ്ങത്തില് കല്യാണമെന്ന് മോള് പറഞ്ഞായിരുന്നു. അത് നടക്കുമല്ലോ അല്ലേ? ആ, അങ്ങനെ തന്നെ കരുതുന്നെ. അവന്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്നുണ്ട് എനിക്ക്. ഇനിയിപ്പോ അധികം നാളൊന്നും ഞാൻ കാണില്ല. അതിനു മുമ്പ് അങ്ങനൊരു ചടങ്ങ് നടന്നിരുന്നെങ്കിൽ. നടക്കൂ അമ്മേ. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടായാൽ മാത്രം മതി. അമ്മ ഡിസ്ചാർജായി. ഇന്ന് തന്നെ പോവാം. ഹോ, നന്നായി മോനെ. ഇതിനകത്തിരുന്ന് ഒരുതരം ശ്വാസം മുട്ടലായിരുന്നു. പിന്നെ ആ ചാരുമോള് വരുന്നതായിരുന്നു ഏക ആശ്വാസം. സീത വളർത്തിയ കുഞ്ഞല്ലേ, മോശാവില്ല. പിന്നെന്താ നിനക്ക് സീതയോട് ഇത്ര ദേഷ്യം? അല്ല, അത് പിന്നെ ആ, പറഞ്ഞു തീർന്നില്ല.
അതിനു മുൻപ് ആളെത്തിയല്ലോ. ആ. മോളെ ആ ശ്രീധരേട്ടാ, ഞങ്ങള് ഡിസ്ചാർജായി. ഓ ഇന്നിവിടെ ഒന്ന് പോവാ. ആ അതിനു മുമ്പ് മോള് വന്നത് എന്തായാലും നന്നായി. മീരാൻറ്റി എവിടെ? ഞാനിവിടെ ഉണ്ട്. എന്താ മോളെ? എനിക്ക് മീരാൻറ്റിയോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ മോളെ? മീരാൻറ്റി വാ, ഞാൻ പറയാം. അതെന്താ, ഞങ്ങളാരും കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണോ? മോളുടെ മനസ്സിൽ എന്താന്ന് വെച്ചാ പറയട്ടെ. മോള് വാ. എന്താ അച്ഛാ മീരയോട് മോൾക്ക് രഹസ്യമായിട്ട് പറയാനുള്ളത്? അറിയില്ല രാമ. എന്താ മോളെ? സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് എന്താ ഒന്നും പറയാത്തത്? അത് പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടരുത് ആന്റി. അയ്യേ, ഞാൻ മോളോട് ദേഷ്യപ്പെടാനോ? ഒരിക്കലുമില്ല. മോള് ധൈര്യമായിട്ട് പറഞ്ഞോ. വേറൊന്നും എനിക്ക് പറയാനില്ല. കൊടുക്കോ എന്റെ സീതമ്മയ്ക്ക് രാമനങ്കിളിനെ? അത്രയ്ക്കിഷ്ട എന്റെ സീതമ്മയ്ക്ക് രാമനങ്കിളിനെ. മോളുടെ സങ്കടം എനിക്കറിയാം, സീതമ്മയുടെയും. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല മോളുടെ രാമനങ്കിൾ എന്നെ വിവാഹം കഴിക്കുന്നത്. സീതമ്മയുടെ കാര്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാ രാമനങ്കിളുമായുള്ള കല്യാണത്തിന് ഞാൻ തയ്യാറായത്. വരുന്ന ചിങ്ങത്തില് ആ ചടങ്ങ് നടക്കുകയും ചെയ്യും. പിന്നെ മോള് പറഞ്ഞതുകൊണ്ട് മാത്രം വേണമെങ്കിൽ ഞാൻ ഈ വിവരം റാമിനോട് പറയാം. പക്ഷേ എനിക്ക് ഉറപ്പാ, ഞാൻ അങ്ങനെ പറഞ്ഞാ പിന്നെ റാം എന്നോട് മിണ്ടാൻ പോലും കൂട്ടാക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ വിവരം മോള് തന്നെ റാമിനോട് പറഞ്ഞോ, അതാ നല്ലത്. സീതമ്മയും രാമനങ്കിളും തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടവരല്ലേ കല്യാണം കഴിക്കേണ്ടത്. അമ്പടി കണ്ണു പൊട്ടി, നീ ആള് കൊള്ളാലോ. ആന്റി എന്തോന്നും മിണ്ടാത്തെ? അല്ല, അങ്ങനെ ഇപ്പോ ഇഷ്ടപ്പെട്ടവരെല്ലാം കല്യാണം കഴിക്കാറുണ്ടോ മോളെ? ഇത് അതുപോലൊരു ഇഷ്ടമല്ലായിരുന്നു. അവര് ഒരുപാട് വർഷം സ്നേഹിച്ചതാ. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു മോളെ. പക്ഷേ ഇപ്പൊ ഒന്നറിയാം. ഇനിയിപ്പോ ഞാൻ റാമുമായുള്ള വിവാഹം വേണ്ടാന്ന് പറഞ്ഞാലും മോളുടെ രാമനങ്കിള് സീതമ്മയെ സ്വീകരിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും എനിക്ക് വേണ്ടി രാമനങ്കിളിനോടൊന്ന് പറയോ? പിന്നെ ഞാൻ പറയാതിരിക്കോ? ഉറപ്പായിട്ടും പറയാം. അതോർത്ത് മോള് സങ്കടപ്പെടണ്ടാട്ടോ. രാമനങ്കിള് എന്നെ കുറച്ച് വഴക്ക് പറയുമായിരിക്കും. എങ്കിലും മോള് പറഞ്ഞതല്ലേ, അത് പിന്നെ കേൾക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പറയാട്ടോ. ഭഗവാനെ, രാമനങ്കിളുടെ മനസ്സ് മാറിയാ മതിയായിരുന്നു. എത്രയൊക്കെ വാശിയും വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയെ കാണാൻ വരണം രാമ. എല്ലാ വിശേഷ ദിവസങ്ങളിലും വരണം, ഇടയ്ക്ക് വിളിക്കണം. ഞാൻ നിർബന്ധിക്കുന്നില്ല ശ്രീധരേട്ടാ. അവന് വരണോന്ന് തോന്നുമ്പോ വരട്ടെ. ആഹാ, രണ്ടാളും വന്നോ? എന്തായിരുന്നു രഹസ്യം പറച്ചില്? അത് ഞാൻ റാമിനോട് പിന്നെ പറയാം. അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. അതൊക്കെ പറയാന്നേ. മോളുടെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ. എന്താ മീര? അത് അമ്മ ഡിസ്ചാർജായി പോവല്ലേ. ഇത്രയും ദിവസം മിണ്ടിയും പറഞ്ഞു ഇരുന്നത് അമ്മയോടല്ലേ, അതിന്റെ സങ്കടാവും. മോളിങ്ങ് വന്നേ. മുത്തശ്ശി ഉടനെ തന്നെ അങ്ങ് പോവും. അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ മോള് വീട്ടിലേക്ക് വരുമോ? ആ, വരാം. എന്താ മോള് മീരയോട് പറഞ്ഞേ? പറയാനുള്ള നമ്മൾ മനസ്സിൽ വെച്ചോണ്ട് നടക്കരുത്. തുറന്നു പറയണമെന്നാ സീതമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നെ. അതുകൊണ്ടാ പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് പറ. സീതമ്മയ്ക്ക് രാമനങ്കിളിനെ കൊടുക്കുമെന്ന് ഞാനങ്ങ് ചോദിച്ചു.
എന്നിട്ട് ആ കൊച്ചെന്തു പറഞ്ഞു? അവർക്ക് പ്രശ്നമൊന്നുമില്ല. രാമനങ്കളാ മീരാന്റെ കല്യാണം കഴിക്കാൻ തിടുക്കം കൂട്ടുന്നത്. അതുകൊണ്ടിനി മീരാന്റെ എന്നെ സീതമ്മയുടെ കാര്യം പറഞ്ഞ രാമനകള് കേക്കത്തില്ല, വഴക്കു പറയുന്നു പറഞ്ഞു. ചിലപ്പോ ശരിയായിരിക്കും. അതുകൊണ്ടായിരിക്കും രാമൻ സീതയെ ഇത്രയും നാളും വിളിക്കാതിരുന്നതും നാട്ടിലേക്ക് വരാതിരുന്നതും. എന്നാലും എനിക്ക് ഒരുപാട് വിഷമായി അമ്മൂസേ. ഇനിയിപ്പോ വിഷമിച്ചിട്ട് എന്താ മോളെ കാര്യം? ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. അവരതനുസരിച്ചേ പോകൂ. അതൊക്കെ നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റുമോ? അതെ, ഇനിയിപ്പോ ആ ഭാഗത്തെ പറ്റി ചിന്തിക്കാതിരിക്കാ നല്ലത്. എന്നാലും മോളത് ചോദിക്കാനുള്ള തൻ്റെ ഇടം കാട്ടിയല്ലോ. സീതമ്മയുടെ സങ്കടത്തിന് മുകളിലല്ലോ അപ്പ വേറൊന്നും. അതുകൊണ്ടാ ധൈര്യത്തോടെ ചോദിച്ചേ. അതിന് കൃത്യമായ മറുപടിയും കിട്ടിയല്ലോ. ഇനിയിപ്പോ കാത്തിരിപ്പ് വേണ്ടെന്ന് മോള് തന്നെ മോളുടെ സീതമ്മയോട് പറയണം. അത് മാത്രം എനിക്ക് പറയാൻ പറ്റത്തില്ല പുസേ. അങ്ങനെ സീതമ്മയെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. രാമനോട് തന്നെ ഞാൻ ഈ വിവരം പറയണമെന്ന് കരുതിയതാണ്. എന്തായാലും മീര മറുപടി തന്ന സ്ഥിതിക്ക് ഇനി അതിന് മുതിരുന്നില്ല. സീതയ്ക്ക് വിധിച്ച സ്വത്തല്ല രാമൻ. അതുകൊണ്ടാ ഒന്നിക്കാനുള്ള മുഹൂർത്തങ്ങൾ അടുത്ത് വന്നപ്പോഴൊക്കെ അവരകന്നകന്നു പോയത്.